ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് റൂബൻ ബേബിയുടെ സെക്കൻഡ് ബർത്ത്ഡേ ആണ്. ആക്ച്വലി ബർത്ത്ഡേ May 20th പക്ഷെ അന്ന് പലർക്കും വരാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ സാറ്റർഡേയിലേക്ക് മാറ്റി. May 30th സാറ്റർഡേ ഈവനിങ്ങിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ വീഡിയോയിലൂടെ കാണാം. ആക്ച്വലി May 28 തൊട്ട് തന്നെ ആൾ ഭയങ്കര സർപ്രൈസ്ഡ് ആയിട്ടിരിക്കുകയായിരുന്നു. കാരണം ഡേ കെയറിൽ പോയപ്പോൾ അവിടെ എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്തു, ചോക്ലേറ്റ് കൊടുത്തു. അതുപോലെ വീട്ടിൽ വന്നപ്പോൾ ഞങ്ങളുടെ വക ചെറിയൊരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും കേൾക്കുന്നൊരു വാക്കാണ് ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന്. May 28 തൊട്ട് കേൾക്കുകയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവനും ചോദിക്കും ഹാപ്പി ടു യു എന്ന് പറഞ്ഞ് നമ്മളോട് ചോദിക്കും. അപ്പോൾ ആൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുകയായിരുന്നു. അപ്പോൾ ആൾ ഭയങ്കര സർപ്രൈസ്ഡ് ആയിട്ടിരിക്കണം, ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് ഇന്നിപ്പോൾ ഈ ഫുൾ ഡെക്കറേഷനും പുതിയ ഡ്രസ്സ്, കേക്ക്, ലൈറ്റ് അതൊക്കെ കണ്ട ആളാകെ എന്താ പറയുക, ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയായിരുന്നു കേട്ടോ ഒന്ന്. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ എല്ലാം ഒന്നിച്ചു കൂടിയ ഒരു ദിവസം കൂടിയായിരുന്നു റൂബൻ ബേബിയുടെ ബർത്ത്ഡേ. കുറേ നാളുകളായിട്ട് ആർക്കും അങ്ങനെ കൂടാനോ ഒത്തുചേരാനോ ഒന്നും സമയം കിട്ടിയിരുന്നില്ല, പലതരം തിരക്കുകളാൽ. പക്ഷേ അങ്ങനെ ഒരു സമയം ഞങ്ങളെല്ലാവരും കൂടി കണ്ടെത്തി ഫിക്സ് ചെയ്തൊരു ദിവസം കൂടിയായിരുന്നു എന്ന്. എനിവേ വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തു. അപ്പോൾ ബാക്കി വിശേഷങ്ങളും നിങ്ങൾ കാണുക. ഞങ്ങൾ പുറകിലൊരു കേക്ക് കട്ടിങ്ങിനൊക്കെ ശേഷം ഒരു ബാർബിക്യൂ, അതുപോലെ തന്നെ ചെറിയ ഡ്രിങ്ക്സ് പരിപാടികളെല്ലാം ഡെക്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാവർക്കും കേട്ടോ. എല്ലാവരും വളരെ ഹാപ്പി ആയിരുന്നു. എല്ലാവരും എന്താ പറയുക, ബാർബിക്യൂ കഴിച്ചു, ഡ്രിങ്ക്സ് കഴിച്ചു, എല്ലാവരും വളരെ എൻജോയ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കുള്ളൊരു കൂടലുകളാണ് ഇവിടെ കാനഡയിലൊക്കെ ജീവിക്കുന്നവർക്ക് ഒരു സന്തോഷം എന്ന് പറയുന്നത്. കാരണം നാട്ടിൽ നിന്ന് ചെയ്യുന്ന നമുക്ക് പുറത്ത് പോകണമെന്ന് തോന്നുമ്പോൾ നമ്മൾ ബൈക്ക് എടുക്കുന്നു, അല്ലെങ്കിൽ കാർ എടുക്കുന്നു, പുറത്തേക്ക് പോകുന്നു, സുഹൃത്തുക്കളെ കാണുന്നു, ചായ കുടിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ വീക്കെൻഡ്സിലൊക്കെ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രിപ്പ് പോകുന്നു. അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ കുറച്ചും കൂടി ഇവിടത്തേക്കാൾ കൂടുതലാണ്. പക്ഷേ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി തിരക്ക്, ഇപ്പോൾ മക്കളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ അതിൻ്റെ തിരക്ക് വേറെ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ സെലിബ്രേഷൻസും ഒക്കേഷൻസൊക്കെയാണ് നമ്മൾ ഗ്യാദർ ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക. സോ അങ്ങനെ വീണ് കിട്ടിയൊരു അവസരമാണ് ഇന്നത്തെ. അപ്പോൾ ഞങ്ങളത് മാക്സിമം എൻജോയ് ചെയ്തു. അപ്പോൾ നിങ്ങളും എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ വീണ് കിട്ടുന്ന കൊച്ചു കൊച്ചു അവസരങ്ങൾ നല്ല രീതിയിൽ ആഘോഷിക്കാനായിട്ട് നിങ്ങളും ഉപയോഗിക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ബൈ ഫോർ നൗ. സീ യു അറ്റ് നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.